ഇനി ഇലുമിനാറ്റിയെ കുറിച്ചാണ്. ആവേശത്തിലെ ഇലുമിനാറ്റിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും ഇപ്പോൾ അത് പരിചിതമാണ്. ആവേശത്തിലെ ആ പാട്ട് അങ്ങനെ രാജ്യമെങ്ങും വൈറലാതിന് പിന്നാലെ ഒരു വിമർശനവുമായി ബിഷപ്പ് ജോസഫ് കരിയിൽ രംഗത്ത് വരുന്നു ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോ അറിയാം ഇനി എന്താണ് ഈ ഇലുമിനാറ്റി? നമ്മളെ ഒരു പാട്ട് പാടാനായിട്ട് നമുക്കൊരു പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് പറയും? ഇല്ലൂമിനാറ്റി എന്ന് പറയും. ഇല്ലൂമിനാറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്താണ് ഈ ഇലൂമിനാറ്റി? ആരാണ് ഇലൂമിനാറ്റികൾ? ഇതും വിശ്വാസവുമായി എന്താണ് ബന്ധം? ഒരു പാട്ട് ഉയർത്തിവിട്ട ആവേശം ഇപ്പോൾ വീണ്ടും ഇലൂമിനാറ്റിയിൽ എത്തി നിൽക്കുകയാണ്. ലൂസിഫർ സിനിമ ഇറങ്ങിയപ്പോഴും ഇക്കാര്യം ചർച്ചയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പലർക്കും പലതാണ് ഇലൂമിനാറ്റി. ലോകത്തിൽ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഇലൂമിനാറ്റി എന്നും അതിൽ ഉൾപ്പെട്ടവരെ ഇലൂമിനാറ്റികൾ എന്ന് പറയുന്നു എന്നുമാണ് മുഖ്യമായ ഒരു വാദം. ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണ് ഇവരെന്നും വിശ്വസിക്കുന്നവരുണ്ട്. പണം കൊണ്ട്, ബുദ്ധി കൊണ്ട്, കരുത്തുകൊണ്ട് കാലത്തെയും കാലാവസ്ഥയെയും പോലും പിടിച്ചുകെട്ടാൻ കഴിവുള്ളവരാണ് ഇലൂമിനാറ്റികൾ എന്നാണ് പ്രചരിക്കുന്ന കഥകൾ. ഇവർ ലോകമെങ്ങും പടർന്നു കിടക്കുന്നു എന്നാണ് നിഗൂഢ സിദ്ധാന്തക്കാർ പറയുന്നത്. 1700കളിൽ ബവേറിയൻ പ്രൊഫസറാണ് ഇലൂമിനാറ്റിക്ക് രൂപം കൊടുത്തത് എന്നാണ് ഇതിൽ മുഖ്യമായ സിദ്ധാന്തം. നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും മതമേധാവിത്വങ്ങൾക്കുമെതിരെ പോരാടുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു. യുക്തിയെയും വിദ്യാഭ്യാസത്തെയും വളർത്തിയെടുത്ത് സമൂഹത്തെ നന്നാക്കുക എന്നതും ഇവരുടെ ലക്ഷ്യമായിരുന്നു. വിരലിൽ എണ്ണാവുന്ന അംഗങ്ങളെ തുടങ്ങിയ ഇലൂമിനാറ്റി പിന്നീട് ലോകമെങ്ങും വളർന്നെന്നും പറയുന്നു. ഇതിൽ നിന്നും പിന്നീട് ഫ്രീമേസൺസ് എന്ന സംഘടനയും രൂപപ്പെട്ടു. ഐ ഓഫ് പ്രോവിഡൻസ്, ത്രികോണത്തിനകത്തെ കണ്ണുകൾ, ഇലൂമിനാറ്റിയോട് ചേർത്ത് വെച്ച് പറയുന്നവരുമുണ്ട്. ലോകത്തെ എല്ലാം കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണത്രേ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇലൂമിനാറ്റി ഒരിക്കലും ഒരു സങ്കല്പമല്ലെന്നും ഒരു യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും പരസ്യമായി കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി ഫോൺ കെല്ലർ ഒരിക്കൽ പറഞ്ഞിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ വരെ മറികടക്കാനുള്ള തന്ത്രം വരെ ഇലൂമിനാറ്റി അംഗങ്ങൾക്ക് അറിയാമെന്നായിരുന്നു അന്ന് ഹെല്ലറുടെ വാദം. ഡാൻ ബ്രൗണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് എന്ന പുസ്തകത്തിലും ഇലൂമിനാറ്റികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് ലോകത്തെ അതിസമ്പന്നരും അതിപ്രശസ്തരുമായ സെലിബ്രിറ്റികളിൽ പലരും ഈ സംഘടനയിൽ അംഗമാണെന്നും വാദങ്ങൾ നിലവിലുണ്ട്. കലിംഗ യുദ്ധത്തിനു ശേഷം അശോക ചക്രവർത്തിക്കുണ്ടായ വെളിപാടാണ് ഇലൂമിനാറ്റിക്ക് പിന്നിലെന്നും ഒരു കഥ ഇന്ത്യയിലും പ്രചരിക്കുന്നുണ്ട്. ബുദ്ധിയും ശക്തിയും യുദ്ധത്തിനല്ലാത്ത മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ 9 പേർക്കായി എല്ലാ അറിവുകളും അശോക ചക്രവർത്തി പങ്കുവച്ചെന്നും അവർ ലോകമെങ്ങും സഞ്ചരിച്ച് ഈ അറിവ് പകർന്നെന്നുമാണ് കഥ. ഈ 2024ലും പാട്ടിലും സിനിമയിലുമായി ഇലൂമിനാറ്റി വീണ്ടും ജനങ്ങൾക്ക് നടുവിലേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. അതാണ് ഇലുമിനാറ്റിയുടെ ചരിത്രവും കഥയും ഒക്കെ. പക്ഷേ ഇലുമിനാറ്റി ആവേശമായി മാറ്റിയ ആളുകൾക്ക് അതെന്നും ഒരു ആവേശം മാത്രമാണ്.